നമുക്കപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ഒരു കുനാഫ ഉണ്ടാക്കി നോക്കിയാലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അതിന്. ആൻഡ് ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, മാത്രമല്ല മൈൽഡ് സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളു. സത്യമായിട്ട് ഞാനത് പറയിപ്പിച്ചല്ല കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ ചെറിയതായിട്ട് പട്ടയും പിന്നെ ഈ പഞ്ചസാരയും പിന്നെ കുറച്ച് റോസ് പെറ്റൽസും ഒക്കെ ഇടുക. എന്നിട്ട് അതൊന്ന് ഡൈല്യൂട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഇത് നമ്മൾ വാങ്ങാൻ കിട്ടുന്ന സേമിയ പോലുള്ള ഒരു ഇതാണ്, കുനാഫ ഡോ തന്നെ വാങ്ങിയാലും മതി, കുഴപ്പമില്ല. നമ്മളൊരു പാലിത്തിരി ഒഴിച്ചിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീം ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് ഉടച്ച് ചേർക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ കലക്കിയിട്ട് അതൊന്ന് തിക്കാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് കണ്ടൻസ് മിൽക്കും കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ, മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. പഞ്ചസാര ആണെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ കണ്ടൻസ് മിൽക്ക് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആൻഡ് കണ്ടൻസ് മിൽക്ക് ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിക്കായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുനാഫയുടെ ഡവ് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതേപോലെ നടുക്ക് നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രഷ് ക്രീമിൻ്റെ സംഭവം നടുക്കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ മോസറല്ല ചീസാണ് കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ ആ ഒരു ചീസി ആ ഒരു വലിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ആദ്യം നമ്മുടെ കുനാഫ ഡോ ഒന്ന് വറുത്തിട്ട് ഈ സംഭവം ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ശരിയായി കിട്ടും. എനിക്കിത് കുറച്ച് ടൈം എടുത്തായിരുന്നു ആൻഡ് ഇത് കുറച്ചും കൂടെ ഫ്ലോപ്പായി പോവുകയും ചെയ്തായിരുന്നു. പക്ഷേ പിന്നെ ഞാനത് ശരിയാക്കി ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനത് തിരിച്ചിങ്ങനെയൊക്കെ ഇട്ടിട്ട് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത്, ഭയങ്കര ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട്. ആൻഡ് എന്നാലും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ അബദ്ധം പറ്റണ്ട. ആദ്യം നമ്മുടെ കുനാഫയുടെ ഡൗ നിങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ഈ സംഭവം നിങ്ങൾ സെറ്റാക്കി എടുക്കാനായിട്ട്. എന്തായാലും സാധനം അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന റൈറ്റാണ്. സൂപ്പർ.